ഞാനിപ്പോൾ ആദ്യം ആ തീപിടുത്തത്തിലേക്ക് തന്നെ പോവുകയാണ്. കണ്ണൂർ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിന് സമീപം വൻ തീപിടുത്തമുണ്ടായി. കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടയിൽ നിന്നാണ് തീ സമീപ സ്ഥാപനങ്ങളിലേക്ക് പടർന്നത്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. അറുപതോളം കടകളിലേക്ക് തീ പടർന്നു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം. മൊബൈൽ ഷോപ്പുകളും തുണിക്കടകളും ഉൾക്കൊള്ളുന്നതാണ് ഈ കെട്ടിടം. കണ്ണൂർ പയ്യന്നൂർ ഫയർഫോഴ്സുകൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീ പടർന്നത് ട്രാൻസ്ഫോമർ നിന്നെന്ന ദൃക്സാക്ഷി പറഞ്ഞു. ഫയർഫോഴ്സ് എത്താൻ വൈകിയെന്നും ആക്ഷേപം ഉയരുകയാണ്. തുടക്കം മുതൽ ഞങ്ങൾ ആവശ്യത്തിന് വാഹനവും മാറ്റി ആവശ്യത്തിന് അന്നേരം തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചിരുന്നു. 5:05 കൂടിയാണ് ഏകദേശം 5:20 കൂടിയാണ് ആദ്യത്തെ ഫയർഫോഴ്സ് വാഹനം വരുന്നത്. 5:30 രണ്ടാമത്തെ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് കൺട്രോളിലാവാത്ത വിധം ഈ തീ പടർന്നു കഴിഞ്ഞു. 1 ഡസനിലധികം ഫയർഫോഴ്സ് വാഹനങ്ങൾ വിടണമെന്ന് അന്നേരം തന്നെ ഞങ്ങൾ ഇതിന്റെ തീയുടെ വ്യാപ്തി കണ്ടപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. അതിനൊന്നും അന്നേരം ഫയർ ഓഫീസർ തയ്യാറായില്ല. ജില്ലാ ഭരണകൂടത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഷഹദ്, യഥാർത്ഥത്തിൽ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. എന്നാൽ നാട്ടുകാർ ഉന്നയിക്കുന്ന പരാതികൾ കഴമ്പുണ്ടോ? നമ്മുടെ അന്വേഷണത്തിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? SKN ഏകദേശം ഒരു 5:30 കൂടിയിട്ടാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആദ്യം ഇവിടെ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടയിലായിരുന്നു തീപിടുത്തം ഉണ്ടായത്. പിന്നീട് അത് മറ്റ് കടകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ഏകദേശം 10 കടകൾ പൂർണ്ണമായിട്ടും കത്തി നശിച്ചു എന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ഇനി കൂടുതൽ പരിശോധന വിഷ്വൽസ് അടക്കം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു എവിഡൻസ് അവർ എടുത്ത് തരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ എൻ്റെ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റീജിയണൽ ഫയർ ഓഫീസർ ആണ് ടീം ലീഡ് ചെയ്യുന്നത്. ഇനീഷ്യലി നമ്മൾ തളിപ്പറമ്പിൽ നിന്നുള്ള യൂണിറ്റ് മൂവ് ചെയ്തു. ബാക്കി കാസർഗോഡ് നിന്നടക്കമുള്ള കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂർ റൂട്ട് യൂണിറ്റുകളിലൂടെ എത്തിയിട്ടുണ്ട്. അവരുടെ ഓപ്പറേഷൻസ് രാത്രിയും ആവശ്യമുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ ഫയർ അണ്ടർ കൺട്രോളാണ്. പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും ഇനി സ്പാർക്കുകൾ വരാനുണ്ട്, അങ്ങനെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ ടീം ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ എൻഷുർ ചെയ്തിട്ടുള്ളത്. ബാക്കി ഡാമേജസിൻ്റെ കാര്യം നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തഹസിൽദാർ ഇനീഷ്യൽ അസസ്മെൻറ്റ് നടത്തി RDO അത് ക്രോസ് ചെക്ക് ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ ബാക്കി ഡാമേജസ് അസസ്മെൻറ്റ് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് അതിൻ്റെ കോമ്പൻസേഷൻ അടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എൻക്വയറി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ ടെക്നിക്കലായിട്ടുള്ള എൻക്വയറി ആണെങ്കിൽ അത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ആയിരിക്കും. അവരാണ് അതിൻ്റെ ടെക്നിക്കൽ അതോറിറ്റി ആയിട്ട് വരേണ്ടത്. അപ്പോൾ അവർ ബാക്കി എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ, ഫയറിൻ്റെയോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ ടീം അവർ അസിസ്റ്റ് ചെയ്യും. പക്ഷേ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ എഞ്ചിനീയർ ആയിരിക്കും ആ ടീം ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എൻക്വയറി ആ രീതിയിൽ നടക്കും. ബാക്കി ഡാമേജസിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും മുൻകൈ എടുക്കുന്നത്. ഇല്ല, അതിൽ നമുക്ക് ഒരു പ്രിലിമിനറി അസസ്മെൻ്റ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ നടത്താതെ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് വിഷ്വൽസ് അടക്കം നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പക്ഷേ ബാക്കി കാര്യങ്ങൾ നമ്മൾ നാളെ മോർണിംഗിൽ കൺഫേം ചെയ്തിട്ട് പറയാം. അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ട്, പക്ഷേ അത് വെരിഫിക്കേഷൻ നടത്തണം എന്നുള്ളതുകൊണ്ടാണ് അത് കൺഫേം ചെയ്യാത്തത്. ഫോർച്ചുനേറ്റ്ലി ഇതുവരെയായിട്ടും അങ്ങനെ ഒരു ഇൻഫർമേഷൻ ആർക്കും കാഷ്വാലിറ്റിയോ ഇഞ്ചുറിയോ അടക്കം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ഇനിയും അവിടെ ബാക്കി കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇനിയുള്ള ഷോപ്പുകളിലെല്ലാം ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനുണ്ട്. പക്ഷേ ആസ് ഓഫ് നൗ ഐ തിങ്ക് നമ്മൾ ഒരു ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഞാൻ മനസ്സിലാക്കി, എനിക്ക് ആദ്യത്തെ അലേർട്ട് കിട്ടിയത് 5:23 നമ്മൾ തഹസിൽദാറാണ് ഇവിടെ എത്തിയത്. തഹസിൽദാറിൻ്റെ ഇൻഫർമേഷൻ കിട്ടുന്നു. നമ്മൾ ഫസ്റ്റത്തെ തളിപ്പറമ്പിലെ ടീം 5 മിനിറ്റിൽ തന്നെ ഫയർ ടീം ഇവിടെ എത്തിയിട്ടുണ്ട്.
നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇതൊരു നാഷണൽ ഹൈവേയുടെ സൈഡിലുള്ള റൂട്ടാണ്, വളരെ ട്രാഫിക് ഇഷ്യൂ ഉള്ള റൂട്ടാണ്. അപ്പോൾ നമ്മൾ ബാക്കി യൂണിറ്റുകൾ മൂവ് ചെയ്യാനുള്ള ഒരു നാച്ചുറലായിട്ടൊരു ടൈം എടുത്തിരുന്നു. എന്നാലും 15ഓളം യൂണിറ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വോളണ്ടിയേഴ്സ്, ആപ്തമിത്ര വോളണ്ടിയേഴ്സും മറ്റുള്ളവരെല്ലാം എത്തിയ ഒരു ടീമായിട്ട് തന്നെ ചെയ്തു. അപ്പോൾ 5:45 മുതൽ ആക്റ്റീവായിട്ട് ഇവിടെ അതിൻ്റെ റെസ്ക്യൂ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് നടന്നിട്ടെന്ന് തന്നെയാണ് റീജിയണൽ ഫയർ ഓഫീസർ ഇവിടെ ടീമിൽ ലീഡ് ചെയ്യുന്നത്. എയർപോർട്ട് നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നു. അവരുടെ യൂണിറ്റ് ആക്ച്വലി അവൈലബിൾ ആണ്. പക്ഷേ അവരുടെ ഇഷ്യൂ എന്ന് വെച്ചാൽ അവർക്ക് ഉള്ള യൂണിറ്റുകളെ അവർ ഇവിടേക്ക് മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഓപ്പറേഷൻസിന് മൊത്തത്തിൽ അവർ എയർപോർട്ട് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് ഇമ്മീഡിയറ്റ്ലി മൂവ് ചെയ്യേണ്ടിരുന്നത്. പക്ഷേ ഒരു ഫ്ലൈറ്റിന് ഒരു ഡിലേ ഉണ്ടായതുകൊണ്ട് അവരൊരു യൂണിറ്റ് ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് രാത്രി ഇവിടെ ബാക്കപ്പിന് വേണ്ടി ഇവിടെ ഉണ്ടാവും. യെസ്, ഇത് നമ്മൾ ഹയർ ലെവലിൽ നമ്മൾ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സൈഡിൽ നിന്നായാലും. കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സംസാരിക്കുകയായിരുന്നു. എന്നാലും ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായി എന്ന രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ളൊരു അഭിപ്രായമാണ് കളക്ടർ പറയുന്നത്. വീണ്ടും ഷഹദ് റഹ്മാനിലേക്ക്. ഷഹദ്, പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? തീർച്ചയായും തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാണ്. ആദ്യഘട്ടത്തിൽ വലിയ പ്രയാസം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കടയുടെ പുറത്തേക്ക് തീ ഭയങ്കരമായി ആളിക്കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്തേക്ക് കയറാനോ അല്ലെങ്കിൽ ഈ കെട്ടിടത്തിന് സമീപത്തേക്ക് എത്താനോ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഈ പുറത്തത്തെ തീ പൂർണ്ണമായിട്ടും അണച്ചു. അതിനുശേഷം ഈ കെട്ടിടത്തിനടുത്തേക്ക് എത്തിച്ചേർന്നതിന് ശേഷമാണ് കെട്ടിടത്തിനകത്തുള്ള തീ അണച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ഈ കടയിലാണ് തീ പടർന്നിട്ടുണ്ടായിരുന്നത്. ദൃക്സാക്ഷി പറയുന്നതനുസരിച്ചാണെങ്കിൽ ആദ്യം ഈ ട്രാൻസ്ഫോമറിൽ നിന്നും ചെറിയൊരു സ്പാർക്ക് ഉണ്ടാകുന്നു. അത് ഈ കളിപ്പാട്ടവുമായി ഈ ടൗണിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു തുണി, ആ തുണിയുമായിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ തുണിക്ക് ആദ്യം തീ പിടിക്കുന്നു. പിന്നീട് ഈ കളിപ്പാട്ടങ്ങളുള്ള കടയിലേക്ക് പിടിക്കുന്നു. അവിടെ നിന്നും മറ്റ് കടകളിലേക്ക് വ്യാപിക്കുകയാണ്. ഇത് 3 നില കെട്ടിടമാണ്. ഈ 3 നില കെട്ടിടത്തിൽ, അതായത് ഇതിന്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്ന കടയുള്ളത്. അതിന് തൊട്ടടുത്തായിട്ട് മൊബൈൽ കടയും ഒപ്പം തന്നെ തുണിത്തരങ്ങൾ വിൽക്കുന്ന കടയുമുണ്ട്. ഈ കടകളിലേക്ക് തീ ആളിപ്പടർന്നപ്പോഴാണ് ഈ പ്രശ്നം രൂക്ഷമായിട്ടുണ്ടായിരുന്നത്. അതാണ് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കാൻ കാരണമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 15-ലധികം ഫയർ യൂണിറ്റുകളാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് കണ്ണൂർ ജില്ലയിലെ മൊത്തം ഫയർ യൂണിറ്റുകൾ അവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഈ നാട്ടുകാർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ ഫയർഫോഴ്സ് സംവിധാനം ഇവിടെ എത്താൻ താമസിച്ചു എന്നുള്ളതാണ്. അതിന് കൃത്യമായിട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ അല്പസമയം മുമ്പ് കളക്ടറും പറഞ്ഞതുപോലെ തന്നെ ഇത് ദേശീയപാതയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അതായത് സാധാരണ ദിവസങ്ങളിൽ തന്നെ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന മേഖലയാണ്. അതിന്റെ ഒരു കാലതാമസം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഷഹദ് റഹ്മാൻ റിപ്പോർട്ട് ചെയ്യായിരുന്നു. എന്തായാലും തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമായി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ശബരിമല സ്വർണ്ണമോഷണ വിവാദത്തിൽ തുടർച്ചയായ 4ാം ദിവസവും നിയമസഭ പ്രതിപക്ഷം സ്തംഭിപ്പിച്ചു. പ്രതിഷേധത്തിനിടെ വാച്ചൻ വാർഡിനെ ആക്രമിച്ചുവെന്നാരോപിച്ച 3 പ്രതിപക്ഷ അംഗങ്ങളെ നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അയ്യപ്പന്റെ മുതൽ കവർന്നെടുത്തതിനെതിരെയുള്ള പോരാട്ടത്തിന്റെ അംഗീകാരമായി സസ്പെൻഷനെ ജനം കരുതുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പരിഹസിച്ചു. സ്വർണ്ണമോഷണ വിവാദത്തിൽ രാജിയില്ലെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ എന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ചു. കോൺഗ്രസ് എംഎൽഎമാരായ റോജി എം ജോൺ, എം വിൻസെന്റ്, സനീഷ് കുമാർ ജോസഫ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. മന്ത്രി എം വി രാജേഷ് ആയിരുന്നു പ്രതിപക്ഷ എംഎൽഎമാരെ സസ്പെൻഡ് ചെയ്യണമെന്ന പ്രമേയം സഭയിൽ അവതരിപ്പിച്ചത്. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച ശേഷമായിരുന്നു പ്രമേയം കൊണ്ടുവന്നത്. ചീഫ് മാർഷലിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുവെന്ന് ആരോപിച്ചാണ് സസ്പെൻഷൻ നടപ്പാക്കിയത്. സഭയുടെ സുരക്ഷാ ചുമതലയുള്ള ചീഫ് മാർഷലിനെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തതുമൂലം ശ്രീ റോജി എം ജോൺ, ശ്രീ എം വിൻസെന്റ്, ശ്രീ സനീഷ് കുമാർ ജോസഫ് എന്നീ നിയമസഭാംഗങ്ങൾ സഭയുടെയും സഭാധ്യക്ഷന്റെയും പ്രത്യേക അവകാശങ്ങൾ ലംഘിച്ചതായി ഈ സഭ വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിൽ ശ്രീ റോജി എം ജോൺ, ശ്രീ എം വിൻസെന്റ്, ശ്രീ സനീഷ് കുമാർ ജോസഫ് എന്നീ നിയമസഭാംഗങ്ങളെ സഭയുടെ നടപ്പ് സമ്മേളനത്തിന്റെ ശേഷിക്കുന്ന കാലയളവിൽ സഭാംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഈ സഭ തീരുമാനിക്കുന്നു എന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു. ഈ സഭാ സമ്മേളനത്തിൽ ശേഷിക്കുന്ന സമയത്തേക്കാണ് സസ്പെൻഷൻ. സഭ ഇന്ന് പിരിഞ്ഞ സാഹചര്യത്തിൽ സസ്പെൻഷന് വലിയ പ്രസക്തിയില്ല. സസ്പെൻഷനെ അംഗീകാരമായി കാണുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണം. ഈ സസ്പെൻഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? അയ്യപ്പ സ്വാമിയുടെ മുതൽ കവർന്നെടുത്തവർക്കെതിരായി ഞങ്ങൾ നടത്തുന്ന പോരാട്ടത്തിൻ്റെ അംഗീകാരമായി ജനങ്ങൾ കരുതും.
അവരെ ഈ 3 MLA-മാരെ കേരളത്തിലെ ജനങ്ങൾ മാലയിട്ട് സ്വീകരിക്കും. ഞങ്ങളിത് അംഗീകാരമായിട്ടാണ് കരുതുന്നത്. സ്വർണ്ണമോഷണ വിവാദത്തിൽ ഇന്നും ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം സഭാതലത്തിൽ പ്രകടിപ്പിച്ചത്. സഭയുടെ നടുത്തളത്തിറങ്ങിയുള്ള പ്രതിഷേധത്തിനിടയിൽ വാച്ച് ആൻഡ് വാർഡുമായി ഉന്തും തള്ളും നടന്നു. ഇതിനിടയിലാണ് ചീഫ് മാർഷൽ ഷിബുവിന് പരിക്കേറ്റത്. ശബരിമല സ്വർണ്ണമോഷണത്തിലെ രാജി ആവശ്യം ദേവസ്വം മന്ത്രി VN വാസവൻ തള്ളി. കടകംപള്ളി രാജിവെക്കണമെന്നും ഞാൻ രാജിവെക്കണമെന്നും പറയുന്ന കൂട്ടം ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്തിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ ഒരു FIR ഞങ്ങളുടെ ആരുടെയെങ്കിലും പേരിലുണ്ടോ? പറ. എന്നിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് രസമുണ്ട്. ഏത് ഉന്നതനായിരുന്നാലും അതിൽ കുറ്റവാളി ആരാണോ അവരെ നിയമത്തിന്റെ ദൃഷ്ടിയിൽ കൊണ്ടുവരണം തന്നെയാണ് ഈ ഗവൺമെന്റ് നിലപാട്. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ ദേഹനിന്ദ പ്രയോഗത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ നിയമസഭയിൽ വീണ്ടും അധിക്ഷേപ പരാമർശം. ഭിന്നശേഷിക്കാർക്കെതിരെയായിരുന്നു CPI അംഗം PP ചിത്തരഞ്ജന്റെ വിവാദ പരാമർശം. അതേസമയം മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ പ്രതിഷേധം അറിയിച്ചു. മുഖ്യമന്ത്രി പക്ഷേ ആരുടെയും പേര് പറഞ്ഞില്ലല്ലോ എന്നായിരുന്നു മന്ത്രി MB രാജേഷിന്റെ ന്യായീകരണം. സർ, സാധാരണ നിലക്ക് എൻ്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട്, 8 അട്ടി വെച്ച പോലെയാണ്. അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് ഇവിടെ വലുതോതിൽ പോയിട്ട് ആക്രമിക്കാൻ പുറപ്പെടുന്നത്. സ്വന്തം ശരീരശേഷി കൊണ്ടല്ലത്. ഇത്രയേറെ പുരോഗമനം അവകാശപ്പെടുന്ന ഒരു നാടിൻ്റെ എല്ലാ വളർച്ചയെയും കെടുത്തുന്ന തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തിയിട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി അതിലൊരു ക്ഷമാപണം പോലും ഉണ്ടായില്ല സഭയിൽ എന്നുള്ളത് വളരെ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആർജിച്ച എല്ലാ നേട്ടങ്ങളെയും നവോത്ഥാന നേട്ടങ്ങളെയും CPM കുഴിച്ചു മൂടുകയാണ്. മുഖ്യമന്ത്രിയുടെ ദേഹനിന്ദ പരാമർശത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഇന്ന് സഭാ നടപടികളിലേക്ക് കടന്നു വന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ ഇവിടെ ഒന്ന് പോയി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു അംഗത്തെക്കുറിച്ച് ബോഡി ഷെയ്മിംഗ് നടത്തുന്ന രീതിയിലുള്ള എന്നാൽ അതിശയിപ്പിക്കുന്ന ന്യായീകരണമാണ് ഭരണപക്ഷത്തു നിന്നുണ്ടായത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഒരംഗത്തിന്റെയും പേര് ഇവിടെ പരാമർശിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ പ്രതിഷേധം രൂക്ഷമാകുന്നതിനിടെ നിലവാരം കുറഞ്ഞ പ്രതികരണത്തിൽ ആർക്കും പിന്നിലില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ പുതിയ പ്രയോഗവുമായി കടന്നു വന്നു. സാർ, ഈ 2 കൈയുമില്ലാത്ത ഒരാള് ഒരു ഉറുമ്പ് കയറിയാൽ അനുഭവിക്കുന്ന ഒരു ഗതിയിലാണ് സാർ നമ്മുടെ പ്രതിപക്ഷം ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. സഭയിൽ പറയാൻ പാടില്ലാത്തതെന്നോ പരിധി വിട്ടതെന്നോ ഉള്ള ഓർമ്മപ്പെടുത്തൽ പോലുമില്ലാതെ ഭരണപക്ഷ നിര PP ചിത്തരഞ്ജനെ സാകൂതം കേട്ടിരുന്നു. കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ ആണ് PP ചിത്തരഞ്ജൻ ആലപ്പുഴ അംഗം ഭിന്നശേഷിക്കാരെ അപമാനിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. 2 കൈയും ഇല്ലാത്ത ആളുകൾ വേണ്ടാത്തടത്ത് ഉറുമ്പ് കയറിയാൽ എന്തു ചെയ്യും എന്നതുപോലെയാണ് എന്നൊക്കെയുള്ള വളരെ നിലവാരം കുറഞ്ഞ പരാമർശങ്ങൾ നടത്തി. മുഖ്യമന്ത്രിയുടെ പരാമർശം സഭാരേഖകളിൽ നിന്ന് മാറ്റണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചിത്തരഞ്ജന്റെ നിലവാരമില്ലാത്ത പ്രയോഗത്തിൽ ഭിന്നശേഷി സംഘടനകൾ ഉൾപ്പെടെ പ്രതിഷേധിക്കുന്നുമുണ്ട്. PP ചിത്തരഞ്ജന്റെ സവിശേഷമായ ഭാഷാ നൈപുണ്യം സാമൂഹ്യ മാധ്യമങ്ങളിലും ചർച്ചയായി കഴിഞ്ഞു. 24 തിരുവനന്തപുരം. തദ്ദേശ സ്ഥാപനങ്ങളിലെ ടൈപ്പിസ്റ്റ് തസ്തികകൾ വെട്ടിക്കുറച്ച സർക്കാർ. 145 ടൈപ്പിസ്റ്റ് തസ്തികകളിൽ 60 തസ്തികകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അവസാനിപ്പിച്ചു. കോർപ്പറേഷനുകളിലെ 28 തസ്തികകളും നഗരസഭകളിലെ 32 തസ്തികകളുമാണ് അവസാനിപ്പിച്ചത്. തദ്ദേശ വകുപ്പിന്റെ ഉത്തരവിന്റെ കോപ്പി 24 ലഭിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയുമായി സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സലീം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ വിശദാംശങ്ങൾ. ഇന്റർനെറ്റ്, അതിന് പിന്നാലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെയൊക്കെ സ്വാധീനം നമ്മുടെ ജോലി സാധ്യതകൾ, അത് സർക്കാർ മേഖലയിൽ ഉൾപ്പെടെ ജോലി സാധ്യതകൾ കൂടി ഇല്ലാതാക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് ഇപ്പോഴുള്ള ഉത്തരവ്. കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ടൈപ്പിസ്റ്റുകളുടെ ജോലികളിൽ കാര്യമായ വെട്ടിക്കുറച്ചിലുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല അവർക്ക് കാര്യമായ ജോലി ഇല്ല എന്നുള്ളൊരു സാഹചര്യം നിലവിൽ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ ടൈപ്പിസ്റ്റ് തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്നത്. അത് തദ്ദേശ വകുപ്പിൻ്റെ ഉത്തരവാണ് ഇപ്പോൾ 24 ലഭിച്ചിരിക്കുന്നത്. തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഈ നിലയിൽ വെട്ടിക്കുറയ്ക്കൽ ഉണ്ടായിരിക്കുന്നത്. 145 ടൈപ്പിസ്റ്റ് തസ്തികകളായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അതിൽ 60 തസ്തികകളാണ് തദ്ദേശ വകുപ്പ് അവസാനിപ്പിക്കാൻ പോകുന്നത്. കോർപ്പറേഷനുകളിൽ നിന്ന് 28, നഗരസഭകളിലെ 32 എന്നിങ്ങനെയുള്ള തസ്തികകളാണ് നിലവിൽ അവസാനിപ്പിക്കുന്നത്. നേരത്തെ ഇതിനു മുൻപ് തന്നെ സമാനമായി 34 തസ്തികകൾ നഗരസഭയിൽ നിന്ന് അവസാനിപ്പിച്ചിരുന്നു. ഇതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം 9 തസ്തികകൾ ഇല്ലാതായി. എറണാകുളം കോർപ്പറേഷനിൽ നിന്നും 8 തസ്തികകളും ഇല്ലാതായിട്ടുണ്ട്. നിലവിൽ
നിലവിൽ ജോലിയിലുള്ളവർ ആ ജോലി തുടരും. അതിനുശേഷം അവർ വിരമിക്കുന്നതിന് ശേഷം പുതിയ തസ്തികകൾ അനുവദിക്കില്ല. ആ ജോലി പൂർണ്ണമായും ഇല്ലാതെയാകും എന്നുള്ളതാണ്. ഒഴിവാകുന്ന പോസ്റ്റുകളുടെ മുൻഗണനാക്രമവും തദ്ദേശ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള PSC വഴി ജോലി കാത്തിരിക്കുന്നവർക്ക് തിരിച്ചടിയാകുന്ന ഉത്തരവാണ്. പക്ഷേ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ വന്ന പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള സാധ്യതകൾ, ജോലി സാധ്യത ഇല്ല എന്നുള്ളതാണ് ടൈപ്പിസ്റ്റ് തസ്തികകൾ വെട്ടിക്കുറയ്ക്കാനുള്ള കാരണം. തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിന് സമീപത്തെ കെവി കോംപ്ലക്സിൽ വൻ തീപിടുത്തമുണ്ടായി. 60ഓളം കടകൾ കത്തി നശിച്ചു. ട്രാൻസ്ഫോമറിൽ നിന്നാണ് തീ പടർന്നതെന്ന് ദൃക്സാക്ഷി. ട്രാൻസ്ഫോമറിൽ എന്താണ് ഈ ഷോട്ട് വന്നത്. എന്നിട്ട് തീ അവിടെ ഒരു ടോയ്സ് കടയുണ്ട്. ആ ടോയ്സ് കടയിൽ വെയിലടിക്കാതിരിക്കാൻ വേണ്ടി തുണി വലിച്ചു കിട്ടിയായിരുന്നു. ആ തുണിയിലേക്കാണ് പടർന്നു പിടിച്ചത്. തീ നിയന്ത്രണ വിധേയമാക്കിയത് 11 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി. ഒരു ഡസനിലധികം ഫയർഫോഴ്സ് വാഹനങ്ങൾ വിടണമെന്ന് അന്നേരം തന്നെ ഞങ്ങൾ ഇതിന്റെ തീയുടെ വ്യാപ്തി കണ്ടപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. അതിനൊന്നും അന്നേരം ഫയർ ഓഫീസർ തയ്യാറല്ല. ജില്ലാ ഭരണകൂടത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഫയർഫോഴ്സ് എത്താൻ വൈകിയത് ദുരന്തത്തിന്റെ ആഘാതം കൂട്ടിയെന്ന് നാട്ടുകാർ. ശബരിമലയിലെ സ്വർണ്ണമോഷണ വിവാദത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ചീഫ് മാർഷലിനെ മർദ്ദിച്ചു എന്ന പരാതിയിൽ 3 പ്രതിപക്ഷ MLA-മാർക്ക് സസ്പെൻഷൻ. കള്ളപ്പരാതി എന്ന MLA-മാർ. മുഖ്യമന്ത്രിയുടെ അധിക്ഷേപ പരാമർശം ആയുധമാക്കി പ്രതിപക്ഷം. ഭിന്നശേഷിക്കാരെ അവഗണിച്ച PP ചിത്തരഞ്ജന്റെ പരാമർശവും വിവാദത്തിലായി. കടകംപള്ളി സുരേന്ദ്രന്റെ വക്കീൽ നോട്ടീസിനെ നിയമപരമായി നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമല സ്വർണ്ണമോഷണത്തിൽ ദേവസ്വം ആസ്ഥാനത്ത് നിർണായക മൊഴിയെടുപ്പ്. സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണി നടത്തിയ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയെടുത്തു. ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കരൻ പരിശോധനകൾക്കായി ശനിയാഴ്ച സന്നിധാനത്തെത്തും. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുള്ള സർക്കാരിന്റെ ഉത്തരവും ഇറങ്ങി. BJPയുടെ ജില്ലാ കളക്ടറേറ്റ് മാർച്ചുകളിൽ സംഘർഷം. 2 വർഷം നീണ്ടുപോയ സംഘർഷങ്ങൾക്കൊടുവിൽ ഗസ സമാധാനത്തിലേക്ക് മടങ്ങുന്നു. വെടിനിർത്തലിന് ധാരണയായത് ഈജിപ്തിലെ കെയ്റോയിൽ നടന്ന ചർച്ചയിൽ. 24 മണിക്കൂറിനുള്ളിൽ ഗസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറും. ബന്ദിമോചനം ഞായറാഴ്ചയോടെ. ട്രംപിനെയും നെതന്യാഹുവിനെയും അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ടൈപ്പിസ്റ്റ് തസ്തികകൾ വെട്ടിക്കുറച്ച് സർക്കാർ. 145 തസ്തികകളിൽ 60 എണ്ണം നിർത്തലാക്കി. വെട്ടിക്കുറച്ചത് കോർപ്പറേഷനുകളിലെ 28ഉം നഗരസഭകളിലെ 32ഉം തസ്തികകൾ. തദ്ദേശ വകുപ്പ് ഉത്തരവിന്റെ പകർപ്പ് 24-ന് കിട്ടി. ഓപ്പറേഷൻ നുംകോറിന്റെ ഭാഗമായി 3 വാഹനങ്ങൾ കൂടി പിടിച്ചെടുത്ത കസ്റ്റംസ്. കസ്റ്റഡിയിലെടുത്തവയിൽ നടൻ അമിത് ചക്കാലക്കലിന്റെ 2 വാഹനങ്ങളും. ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട പരിശോധനകളിൽ നിർണായക രേഖകൾ കിട്ടിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചെടുത്തെന്ന ED. പാലക്കാട് വാണിയംകുളത്ത് DYFI മുൻ നേതാവ് മർദ്ദനമേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. ആക്രമിച്ചത് DYFI ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി C രാകേഷിന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘം. പ്രതികളെല്ലാം DYFI പ്രവർത്തകർ. കോഴിക്കോട്ട് വെച്ച് പിടിയിലായ 3 പ്രതികളെയും പാലക്കാട് എത്തിക്കും. അതിക്രമം ഫേസ്ബുക്ക് കമന്റിന്റെ പേരിൽ. വ്യക്തിപരമായ വിഷയമെന്ന വിശദീകരണവുമായി CPIM. വീണ്ടും സെൻസർ ബോർഡിന്റെ കടും വെട്ട്. ഹാൽ എന്ന സിനിമയിലെ ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം ഒഴിവാക്കാൻ നിർദ്ദേശം. ധ്വജപ്രണാമം എന്ന വാക്കും നീക്കണം. നിർദ്ദേശത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് അണിയറ പ്രവർത്തകർ. ഒരു മെസ്സേജ് ഉണ്ട്. അത് നാളെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. ആ മെസ്സേജിനെയാണ് ഇന്നത്തെ ആൾക്കാർ പേടിക്കുന്നത്. ആ മെസ്സേജിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വർഗീയത ഇവിടെ നിലനിൽക്കില്ല. ഈ വർഗീയത ബിസിനസ് ആക്കുന്നവരാണ് ഇതിനെക്കുറിച്ച് ഭയപ്പെടുന്നത്. സിനിമയ്ക്കെതിരെ ഗൂഢാലോചന സംശയിക്കുന്നതായി സംവിധായകൻ റഫീഖ് വീര 24-നോട്. പിന്തുണച്ച് ഫിലിം ചേംബർ. ദേശീയപാത 66-ൽ പൂർത്തിയായ റീച്ചുകൾ ഉദ്ഘാടനം ജനുവരിയിൽ നടക്കും. തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ ചർച്ചയിൽ. പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയുടെ ഉദ്ഘാടനം ജനുവരിയിൽ. പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച നാളെ. കേന്ദ്ര ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച പോസിറ്റീവെന്ന് മന്ത്രി KN ബാലഗോപാൽ. കൊല്ലം കുണ്ടറയിൽ CPIയിൽ നിന്ന് കൂട്ടരാജി. 11 മണ്ഡലം കമ്മിറ്റി അംഗങ്ങളും 27 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും രാജിവെച്ചു. രാജിക്ക് കാരണമായത് ജില്ലാ നേതൃത്വവുമായുള്ള തർക്കം. എറണാകുളത്തും CPIയിൽ നിന്ന് രാജി.
ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് റൈജ അമീറും എടത്തല ലോക്കൽ കമ്മിറ്റി അംഗം എ സഗതും പാർട്ടി വിട്ടു. നേതൃത്വത്തിന് മൂല്യത്തകർച്ച എന്ന് വിമർശനം. ഇന്ത്യ ബ്രിട്ടൻ ബന്ധത്തിൽ പുതിയ തുടക്കമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്തെന്ന് മോദി സ്റ്റാമർ സംയുക്ത പ്രസ്താവന. 9 ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ ക്യാമ്പസുകൾ തുടങ്ങും. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ പുകഴ്ത്തി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. പ്രൈവറ്റ് ആശുപത്രികളിൽ ഉൾപ്പെടെ ചികിത്സാ ആവശ്യത്തിന് പോകുന്ന എല്ലാ ക്യാൻസർ രോഗികൾക്കും ഇനി മുതൽ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര. ഗതാഗത മന്ത്രിയുടെ പ്രഖ്യാപനം നിയമസഭയിൽ. ഓർഡിനറി ബസ് മുതൽ സൂപ്പർ ഫാസ്റ്റ് വരെയുള്ള ബസ്സുകളിൽ സൗജന്യമായി ഇനി ക്യാൻസർ രോഗികൾക്ക് യാത്ര ചെയ്യാം. ഡോക്ടർ സർട്ടിഫിക്കറ്റ് നൽകി പാസ് വാങ്ങാമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ നിയമസഭയിൽ. സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ഹംഗേറിയൻ എഴുത്തുകാരൻ ലാസ്ലോ ക്രസ്നഹോർക്കയ്ക്ക്. ഹംഗറിയിലെ പ്രമുഖ നോവലിസ്റ്റായ ലാസ്ലോ ശ്രദ്ധേയനായത് ഭാവനാത്മകവും പ്രവചനാത്മകവും സ്വഭാവവുമുള്ള രചനകളിലൂടെ. മധ്യ യൂറോപ്പിലെ മഹാനായ എഴുത്തുകാരനെന്ന് നൊബേൽ കമ്മിറ്റി. ICC വനിതാ ഏകദിന ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ജയപ്രതീക്ഷയിൽ ഇന്ത്യ. 252 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന പ്രോട്ടിസ് വിമൻസ് 4-ന് 60 റൺസ് എന്ന നിലയിൽ. ഇന്ത്യ 251 റൺസ് എടുത്തത് റിച്ച ഘോഷിന്റെ അർദ്ധ സെഞ്ചുറിക്ക് കരുത്തിൽ. മറ്റു ചില വാർത്തകൾ വിശദമായി. കാസർഗോട്ട് KSRTC ബസ് തടഞ്ഞ് നിർത്തിയ ആക്രമണം. ബസിന്റെ സൈഡ് ഗ്ലാസുകൾ തകർക്കുകയും ഡ്രൈവറെ അസഭ്യം പറയുകയും ചെയ്തു. ഡ്രൈവർ അബ്ദുൽ സമീറിന്റെ കൈക്ക് പരിക്കേറ്റു. കാറിനെ ബസ് ഓവർടേക്ക് ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ആക്രമണത്തിലെത്തിയത്. ആൾക്കാർക്കെല്ലാം പ്രഷർ കൂടുതലാണെന്ന് എനിക്ക് സംശയം. കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ ടെലിഫോൺ വിളിച്ചിരുന്നു. പറയാ അരുൺ, എന്താണ് സംഭവം ഉണ്ടായത്? ഇന്നലെ വൈകുന്നേരം 5 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 5 മണിക്ക് കാസർഗോഡ് KSRTC ഡിപ്പോയിൽ നിന്ന് കോട്ടയത്ത് പോവുകയായിരുന്ന സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ്സാണ് ഇത്. ആദ്യഘട്ടത്തിൽ പാലക്കുന്നിൽ നിർത്തി ആളെ എടുത്തു, അതിന് ഒരാളെ ഇറക്കി, അതിനുശേഷം പള്ളിക്കരയ്ക്ക് അടുത്തേക്ക് ഈ ബസ് സഞ്ചരിച്ച് എത്തുകയായിരുന്നു. ആ സമയത്താണ് ബസ്സിന് പുറകിലുണ്ടായിരുന്ന ഒരു കാറ് ഓവർടേക്ക് ചെയ്ത് ബസ്സിന് മുന്നിലേക്ക് നിർത്തുന്നത്. തുടർന്ന് ആ കാറിന്റെ ഡ്രൈവർ ഇറങ്ങി വന്ന് ബസ് ഡ്രൈവറോട്, KSRTC ബസ് ഡ്രൈവറോട് അസഭ്യവർഷം നടത്തുകയായിരുന്നു. പിന്നീട് ബസിന്റെ ഇടത് ഗ്ലാസ് അത് അടിച്ചു പൊളിക്കുകയും ചെയ്തു. ആ സമയത്ത് ബസ്സിൽ മുഴുവൻ യാത്രക്കാരുണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് KSRTC ജീവനക്കാർക്ക് പോലും മനസ്സിലായില്ല. ബസ് കാറിനെ ഓവർടേക്ക് ചെയ്തു എന്നത് ആരോപിച്ചായിരുന്നു ഈ അക്രമമൊക്കെ ഉണ്ടായിരുന്നത്. കാറിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുണ്ടായിരുന്നു. കാറിന് നമ്പർ KL 14AA 4646 എന്നാണ്. ഈ സംഭവത്തിൽ ഇപ്പോൾ ബേക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കാർ ആരുടേതാണെന്ന കാര്യം പോലീസ് പരിശോധിക്കുകയാണ്. KSRTC ഡ്രൈവറുടെ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. SK പാറക്കലാണ് ടെലിഫോൺ ഉണ്ടായിരുന്നത്. ഇടുക്കി രാജാക്കാട് സ്കൂളിനുള്ളിൽ തെരുവ് നായയുടെ ആക്രമണം. 2ാം ക്ലാസ്സുകാരിക്ക് പരിക്കേറ്റു. NRCT NV ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ സംഭവം. കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ ക്ലാസ്സിന് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. സ്കൂളിനുള്ളിലെ തെരുവുനായ ശല്യം പഞ്ചായത്തിൽ അറിയിച്ചിട്ടും നടപടിയൊന്നും എടുത്തില്ല എന്ന പരാതിയും ഉയരുകയാണ്. പ്രതികരണങ്ങൾ. കൊച്ചുട്ടിക്ക് സ്കൂളിൽ വെച്ച് കൈ കഴുകാൻ പോയപ്പോൾ കൊച്ചിൻ്റെ കൈയിലേക്ക് പട്ടി ചാടി കയറി കടിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പലതവണ ഞങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനാണെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്തോ ഇവിടുത്തെ മറ്റ് അധികൃതരോ ആരും ഇതിൽ ഇടപെടുന്നില്ല. പക്ഷെ പഞ്ചായത്തിൽ പറയുമ്പോൾ പഞ്ചായത്തുകാർ പറയുന്നത് ഞങ്ങൾക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ്, നിങ്ങളെന്തെങ്കിലും ചെയ്തോന്നാണ് പറയുന്നത്. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. രാഹുൽ, എന്താ ഉണ്ടായത്? പരാതി പറഞ്ഞിട്ടും പഞ്ചായത്തിൽ നിന്ന് നടപടിയൊന്നും ഉണ്ടായില്ലേ?
ഇടുക്കിയിൽ പല ഭാഗങ്ങളിലും ഈ തെരുവുനായ ശല്യം അതിരൂക്ഷമാവുകയാണ്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണം എന്ന് വേണമെങ്കിൽ ഈ NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ സംഭവം നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2ാം ക്ലാസ്സുകാരി ഭക്ഷണം കഴിച്ചതിന് ശേഷം പാത്രം കഴുകാനായി പുറത്തേക്ക് ഇറങ്ങിയതാണ്. ആ സമയത്താണ് സ്കൂളിന്റെ വരാന്തയിൽ കിടന്നിരുന്ന തെരുവുനായ പാഞ്ഞെടുക്കുകയും ആ കുട്ടിയെ ആക്രമിക്കുകയും ചെയ്തത്. ആ കുട്ടിയുടെ കൈക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച കുട്ടിക്ക് ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ സ്കൂളിൽ ഈ തെരുവുനായ ശല്യം ഉണ്ട് എന്നുള്ള കാര്യം രക്ഷിതാക്കൾ അധ്യാപകരെ അറിയിച്ചിരുന്നു. മാത്രമല്ല അധ്യാപകർക്ക് ഈ തെരുവുനായകൾ ഉള്ള കാര്യം കൃത്യമായിട്ട് അറിയാവുന്നതാണല്ലോ. അവർ പഞ്ചായത്തിനെ, രാജാക്കാട് പഞ്ചായത്തിനെ പ്രസിഡന്റിനെ ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞിട്ടും ഈ തെരുവ് നായ്ക്കളെ അവിടെ നിന്ന് ഓടിക്കുന്നതിനുള്ള നടപടി അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റുന്നതിനുള്ള നടപടി ഉണ്ടായില്ല എന്നുള്ള കാര്യം കൂടി പരാതിയായി ഉയരുന്നുണ്ട്. എന്തായാലും അടിയന്തരമായിട്ട് ഇനിയെങ്കിലും ആ സ്കൂളിൽ പരിസരത്തുള്ള തെരുവ് നായ്ക്കളെയൊക്കെ അവിടെ നിന്ന് മാറ്റേണ്ടതാണ്. പഞ്ചായത്ത് ഇതിനുള്ള നടപടി സ്വീകരിക്കണം. കുട്ടികൾക്ക് സ്വൈര്യമായി സമാധാനത്തോടുകൂടി ധൈര്യത്തോടുകൂടി സ്കൂളിൽ പോകാനുള്ള അവസരം ഒരുക്കണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ രക്ഷിതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. രാഹുൽ വിജയനാണ് വിവരങ്ങളുമായി ചേർന്നത്. കോട്ടയത്ത് തെരുവുനായ ആക്രമണം അതിരൂക്ഷമാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ജനുവരി മുതൽ തെരുവുനായയുടെ കടിയേറ്റത് 2998 പേർക്കാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായത്. 403 പേർക്ക് വീതം ഈ 2 മാസങ്ങൾ കടിയേറ്റു എന്നാണ് കണക്ക്. തെരുവുനായ ആക്രമണങ്ങളുടെ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. പിഞ്ചുകുട്ടികൾ, വിദ്യാർത്ഥികൾ, പ്രായമായവർ എന്നുവേണ്ട എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും തെരുവുനായ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. 10 മാസം പിന്നിടുമ്പോൾ ഞെട്ടിക്കുന്ന കണക്കുകളാണ് കോട്ടയം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആരോഗ്യ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 2998 പേർക്കാണ് ഇതുവരെ കടിയേറ്റത്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തെരുവുനായ ആക്രമണം ഉണ്ടായത്. 403 പേർക്ക് വീതം ഈ മാസങ്ങളിൽ തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ട്. ജനുവരിയിൽ 313, ഫെബ്രുവരിയിൽ 389, മാർച്ചിൽ 324 പേർക്കും കടിയേറ്റു. ജൂണിൽ 306, ജൂലൈയിൽ 272, ഓഗസ്റ്റിൽ 296, സെപ്റ്റംബറിൽ 292 എന്ന നിലയിലുമാണ് കണക്കുകൾ. വളർത്തുനായുടെ കടിയേറ്റവരുടെ കണക്കും വളരെ കൂടുതലാണ്. 15277 പേർക്കാണ് വളർത്തുനായുടെ കടിയേറ്റത്. തെരുവുനായയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റവർക്ക് ചികിത്സ ലഭിക്കുന്നില്ലെന്ന പരാതിയും ജില്ലയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഓരോ ദിവസം കഴിയും തോറും തെരുവുനായയുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. എന്നിട്ടും ഇത് തടയാൻ വേണ്ട യാതൊരു നടപടിയും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. കൊച്ചി തൃക്കാക്കരയിൽ യുവാവിനെ ബൈക്കിൽ നിന്ന് വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ട്രാഫിക് വാർഡന്മാർക്കെതിരെ പോലീസ് കേസെടുത്തു. തൃക്കാക്കര പോലീസാണ് കണ്ടാലറിയുന്ന 4 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. യുവാവിനെ ട്രാഫിക് വാർഡന്മാർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. 24 ഇമ്പാക്ട്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാംകുമാർ, നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷമാണോ പോലീസിന്റെ ആക്ഷൻ ഉണ്ടായത്? ഇന്ന് രാവിലെ നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷമാണ് ഈ സംഭവത്തിൽ യുവാവിന്റെ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറായത്. പിന്നീട് കണ്ടാലറിയാവുന്ന 4 പേർ എന്ന രീതിയിൽ FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. കൃത്യമായി ആരൊക്കെയാണ് ഈ ജിനീഷ് എന്ന് പറയുന്ന യുവാവിനെ വാഴക്കാലയിൽ വെച്ച് മർദ്ദിച്ചതെന്ന് പോലീസിന് കൃത്യമായി അറിയാം. കാരണം ട്രാഫിക് വാർഡന്മാരാണ്, ഡ്യൂട്ടിയിലുള്ളത് ആരൊക്കെയാണെന്ന് അറിയാം. പക്ഷെ അവരുടെ പേരുൾപ്പെടുത്താതെ കണ്ടാലറിയാവുന്ന 4 പേർ എന്ന് രേഖപ്പെടുത്തി FIR രജിസ്റ്റർ ചെയ്തു. ഇവർക്കെതിരായിട്ട് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ കേസെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രിയാണ് ഈ യുവാവ്, ഈ ട്രാഫിക് വാർഡന്മാർ റോഡിന്റെ ഒരു വശം തടഞ്ഞത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് വിളിച്ചുകൊണ്ടുപോയി സമീപത്തെ ഒരു വീടിന്റെ പറമ്പിൽ വെച്ച് ഈ യുവാവിനെ നിലത്തിട്ട് മർദ്ദിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്തത്. ഈ വിഷയത്തിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ. തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മ സലീല കുമാരിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ കോൺഗ്രസ് നേതാവിന്റെ പേര്. നെയ്യാറ്റിൻകര നഗരസഭാ കൗൺസിലർ ജോസ് ഫ്രാങ്കിളിന്റെ പേരാണ് ആത്മഹത്യാക്കുറിപ്പിൽ കാണുന്നത്. ഷബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ അപ്ഡേഷനുമായി നമുക്കൊപ്പം ചേരുന്നു. പറയൂ ഷബീദ്. ഇന്നലെയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര മുട്ടക്കാട് സ്വദേശിയായിട്ടുള്ള സലിലകുമാരിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതായത് അവർ ഈ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്യാസിൽ നിന്ന് തീ പടർന്നത് വസ്ത്രത്തിലേക്ക് എത്തി, അത് കത്തി ഉണ്ടായ അപകടം. അതിനുശേഷം ഇവരെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ നൽകിയ പ്രാഥമിക വിവരം അതാണ് പോലീസിന് ചില സംശയങ്ങൾ തോന്നാൻ കാരണം. പിന്നാലെയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു എന്നുള്ള കാര്യം പോലീസിനെ അറിയിക്കുന്നത്. തുടർന്ന് പോലീസ് ആ വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ
ഇവരുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. ആത്മഹത്യാക്കുറിപ്പിൽ നെയ്യാറ്റിൻകര നഗരസഭാ കോൺഗ്രസിന്റെ കൗൺസിലറാണ് ജോസ് ഫ്രാങ്ക്ലിൻ എന്ന് പറയപ്പെടുന്ന ആളുടെ പേര് ആത്മഹത്യാക്കുറിപ്പിലുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. അതായത് വായ്പ നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചു ജോസ് ഫ്രാങ്ക്ലിൻ. അതിന്റെ മനോവിഷമത്താൽ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഏതായാലും ഇത് പ്രാദേശികമായി വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇവർ ഈ ആത്മഹത്യ ചെയ്ത സമയത്ത് വീട്ടിൽ മക്കൾ ഉണ്ടായിരുന്നില്ല. ഇവർക്ക് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഗൗരവമുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ശരിക്കും ആത്മഹത്യക്കുള്ള കാരണം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ നെയ്യാറ്റിൻകര പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. CPM നിയന്ത്രണത്തിലുള്ള വയനാട് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നിക്ഷേപകരുടെ പണം തിരികെ നൽകുന്ന കാര്യത്തിൽ സംശയം വേണ്ടെന്ന് ചെയർമാൻ PK സുരേഷ് പറയുന്നു. സ്വകാര്യ പങ്കാളിത്തത്തോടെ ഉത്പാദനം പൂർണ്ണ തോതിലാക്കി സ്ഥാപനത്തെ ലാഭത്തിലാക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം. നിക്ഷേപകരുടെ പ്രതിഷേധത്തെ തള്ളി പറയില്ലെന്നും CPM വയനാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ PK സുരേഷ് 24 ബ്രേക്കിംഗ് ന്യൂസ്. ബ്രഹ്മഗിരി സൊസൈറ്റിയിലെ നിക്ഷേപകർ സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിലായിരുന്നു ചെയർമാൻ PK സുരേഷിന്റെ പ്രതികരണം. സ്വകാര്യ കമ്പനികളെ ചേർത്ത് മലബാർ മീറ്റ് ഫാക്ടറി പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കുക എന്നതാണ് ലക്ഷ്യം. ചില പ്രൈവറ്റ് കമ്പനികളുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അവരെ കൂടി ഭാഗഭാക്കാക്കിക്കൊണ്ട് പൂർണ്ണമായും ഉൽപ്പാദനശേഷി ഉപയോഗപ്പെടുത്തി പരമാവധി വരുമാനം ഉണ്ടാക്കി. അതുപോലെ മറ്റ് യൂണിറ്റുകളുണ്ട്. അപ്പോൾ അതെല്ലാം പരമാവധി വരുമാനമാക്കി ഇതിനുവേണ്ടി നിക്ഷേപിച്ച ആളുകളുടെ കടം കുറേശ്ശെയായി വീട്ടിൽ തീർക്കണമെന്നാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലാൻ. നിക്ഷേപകരുടെ സമരത്തെ തെറ്റുപറയാൻ കഴിയില്ല. സ്ഥാപനം തുറന്നു പ്രവർത്തിച്ചാൽ മാത്രമേ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയൂ. സ്വാഭാവികമായിട്ടും അവരുടെ പ്രശ്നം ന്യായമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ നിലയിൽ അവർ സമരത്തിലൊക്കെ വരുന്നതിന് തെറ്റ് പറയാൻ കഴിയില്ല. അപ്പം അത് പരിഹരിക്കണമെങ്കിൽ ഇത് തുറന്നേ മതിയാവും. കോവിഡും പ്രളയവും നോട്ട് നിരോധനവും സ്ഥാപനത്തെ ബാധിച്ചതാണ് പ്രധാന പ്രതിസന്ധി. ബ്രഹ്മഗിരിയിൽ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായിട്ടില്ല. താൻ അടക്കമുള്ളവരുടെ സാമ്പത്തിക ത്യാഗം സ്ഥാപനത്തിലുണ്ട്. ഇതിലുള്ള എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും അതിനുവേണ്ടി വലിയ സാമ്പത്തിക ത്യാഗം സഹിച്ചിട്ടുള്ളവരെ ഇപ്പോഴും സഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം ഒരു കൂട്ടായ്മയായി ഉയർന്നു വന്നതാണ്. അതാണ് ഏതെങ്കിലും ഒരു വ്യക്തി തുടങ്ങിയല്ലോ. സർക്കാർ ഉത്തരവിലൂടെ രൂപീകരിച്ച സൊസൈറ്റി ആയതിനാൽ സഹകരണ സ്ഥാപനങ്ങളുടെ സഹായം സ്വീകരിക്കുന്നതിൽ പ്രശ്നമില്ല. ഇത് സർക്കാർ മുൻകൈയെടുത്ത് സർക്കാർ ഉത്തരവിലൂടെ രൂപീകരിച്ച ഒരു സൊസൈറ്റിയാണ്. 22 കോടി രൂപയാണ് ഇതിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി വന്നത്, സ്ഥലം ഉൾപ്പെടെ. 14 കോടി രൂപ മാത്രമേ 4 കോടി രൂപ ഗ്രാൻഡായും 10 കോടി രൂപ തിരിച്ചടയ്ക്കേണ്ട പണമായിട്ടുമാണ് നമുക്ക് ലഭിച്ചത്. ബാക്കി തുക മുഴുവൻ അന്ന് കുടുംബശ്രീ, വ്യക്തികൾ, സഹകരണ സ്ഥാപനങ്ങൾ, അതുപോലെ ക്ഷീരസഹകരണ സംഘങ്ങൾ. അപ്പോൾ ആ നിലയിൽ അത് തുടക്കം മുതൽ തന്നെ ഇങ്ങനെയൊരു കൂട്ടായ്മ ഉയർന്നു വന്നതാണ്. അപ്പോൾ അതിൽ തെറ്റുണ്ടെന്ന് പറയാൻ കഴിയില്ല. തെറ്റുണ്ടെങ്കിൽ അവരന്ന് അങ്ങനെ സഹായിക്കാൻ സാധ്യതയില്ല. നിലവിൽ ബ്രഹ്മഗിരിയുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയം ആണെന്നും ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുമെന്നും സുരേഷ് വ്യക്തമാക്കി. 24 വയനാട്. കലുങ്ക് സംവാദങ്ങളിൽ മോശപ്പെട്ട പരാമർശങ്ങൾ നടത്തുന്ന പരാതി പലപ്പോഴും ഉയരുന്നുണ്ട്. വീണ്ടും വിവാദ പരാമർശങ്ങൾ നടത്തിയതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കുറിച്ച് അഭിപ്രായം വരുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കിറ്റുമായി വന്നാൽ അവൻ്റെയൊക്കെ മുഖത്തേക്ക് എറിയണം എന്നായിരുന്നു ഇന്നത്തെ ഒരു പരാമർശം. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആവലാതികളെല്ലാം ആവോളമുണ്ട്. എന്താ ഇതിന്റെ പ്രതിഫലനം ഇലക്ഷൻ വരുമ്പോൾ കാണുന്നില്ല? കഴിഞ്ഞ തവണ കിറ്റ് തന്ന് നിങ്ങളെ പറ്റിച്ചെങ്കിൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തവണ കിറ്റുമായി വന്നാൽ അവൻ്റെയൊക്കെ മോന്തയ്ക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കണം. തയ്യാറാണോ? ഇല്ലെങ്കിൽ നിങ്ങളെ ആർക്കും രക്ഷിക്കാനൊക്കത്തില്ല. വ്യക്തിപരമായ ഒരു ആവശ്യവും കലുങ്ക് സംവാദത്തിൽ പരിഗണിക്കില്ല. അത് വെച്ച് കൊയ്ത്ത് നടത്താമെന്ന് മാക്രികൾ വിചാരിക്കേണ്ടെന്നും പരാമർശം. പാലക്കാട് ജില്ലയിലെ കലുങ്ക് സംവാദങ്ങളിലാണ് സുരേഷ് ഗോപിയുടെ ഈ പരാമർശങ്ങൾ. ആലപ്പുഴയിൽ കായംകുളത്ത് മോഷണം ആരോപിച്ച് കന്യാകുമാരി സ്വദേശി ഷിബുവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. ഇടിയുടെ ആഘാതത്തിൽ കഴുത്തിലെ ഞരമ്പ് മുറിഞ്ഞുപോയെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കേസിൽ 3 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ് അപ്ഡേഷനുമായി. അശ്വിൻ, പറയൂ.
ഇന്ന് രാവിലെയാണ് നാടിനെ നടുക്കിയ ഒരു കൊലപാതക വാർത്തയുടെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് കായംകുളത്ത് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. കായംകുളം സ്വദേശിയായ ചേരാവള്ളി സ്വദേശിയായ വിഷ്ണു എന്ന ഒരു യുവാവിൻ്റെ 2 വയസ്സുള്ള മകൾ, ആ മകളുടെ കൈവശമുണ്ടായിരുന്ന കയ്യിൽ കിട്ടിയിരുന്ന 2.5 ഗ്രാമോളം തൂക്കം വരുന്ന ഒരു സ്വർണ്ണച്ചെയിൻ, ഈ സ്വർണ്ണച്ചെയിൻ കാണാതാകുന്നു. അതിന് പിന്നിൽ ഈ ഷിബുവാണ്, കന്യാകുമാരി സ്വദേശിയായ ഷിബുവാണ് എന്നുള്ളതായിരുന്നു കുടുംബത്തിൻ്റെ ആരോപണം. അങ്ങനെ ഈ സംശയത്തിൻ്റെ പേരിൽ ഇന്നലെ ഷിബു തിരികെ രാത്രി 9 മണിയോടെ വീട്ടിലിട്ട് പോകും വഴി വിഷ്ണുവും അമ്മയും ഭാര്യയും ഒപ്പം അവരുടെ മറ്റു കുടുംബാംഗങ്ങളും ബന്ധുക്കളും ചേർന്ന് അടങ്ങുന്ന ഒരു സംഘം, 7 അംഗ സംഘം ഈ ഷിബുവിനെ പിടിച്ചു നിർത്തി ക്രൂരമായി മർദ്ദിക്കുകയാണ്. നെഞ്ചിലും കഴുത്തിലും വയറ്റിലുമൊക്കെ ചവിട്ടി പുറത്തുമൊക്കെ ഇടിച്ച് കനാലിൽ തള്ളുന്നു. അവിടെ നിന്ന് വീണ്ടും പുറത്തെടുത്ത് വീണ്ടും മർദ്ദിക്കുന്നു. അങ്ങനെ അതിക്രൂരമായ മർദ്ദനം ഇന്നലെ ഷിബുവിനെ നേരിടേണ്ടി വന്നു. നാട്ടുകാരാണ് ഷിബുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇതൊരു ആൾക്കൂട്ട കൊലപാതകമാണ്, ആൾക്കൂട്ട മർദ്ദനത്തിനിടെ ഉണ്ടായ കൊലപാതകമാണ് എന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത്. സംഭവത്തിന് പിന്നാലെ പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ ഈ വിഷ്ണുവിൻ്റെ മാതാവ് കനി, ഭാര്യ ചിഞ്ചു എന്ന് വിളിക്കുന്ന അഞ്ജന, ഈ 3 പേരെയാണ് ഇന്ന് ഉച്ചയോടുകൂടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ ഇനി 4 പേരെ കൂടി പിടികൂടാനുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് പോലീസ് ഉള്ളത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വൈകുന്നേരത്തോടു കൂടി പുറത്തു വന്നിരുന്നു. അതായത് മരണപ്പെട്ട ഷിബുവിൻ്റെ കഴുത്തിൽ മാരകമായ മുറിവുണ്ട്, ഞരമ്പ് പൊട്ടിയാണ് മരിച്ചതൊപ്പം ചെവിയുടെ പിന്നിലെ ഞരമ്പ് കൂടി പൊട്ടിയിട്ടുണ്ട്. ദേഹത്താകമാനം മുറിവുകളും ചതവുകളും ഉണ്ട് എന്നുകൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. പോലീസ് അന്വേഷണം തുടരുകയാണ്. താങ്ക് യു. ഒരു വിയോഗത്തിൻ്റെ വാർത്ത കൂടി പറയാനുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരെ. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡയറക്ടറും ആരോഗ്യ സർവകലാശാല പ്രഥമ വൈസ് ചാൻസലറുമായിരുന്ന ഡോക്ടർ കെ മോഹൻദാസ് അന്തരിച്ചു. അദ്ദേഹത്തിന് 81 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഡോക്ടർ MS വല്യത്താൻ ശ്രീചിത്രയുടെ ഡയറക്ടർ സ്ഥാനം ഒഴിഞ്ഞ ശേഷം ഡോക്ടർ മോഹൻദാസ് ഡയറക്ടറുടെ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 3:45 ബംഗളൂരുവിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. മൃതദേഹം ഇന്ന് രാവിലെ 8 മണിക്ക് നാളെ രാവിലെ 8 മണിക്ക് തിരുവനന്തപുരത്തേക്കും രാവിലെ 9 മണി മുതൽ 11 മണി വരെ ശ്രീചിത്രയിൽ അച്യുതമേനോൻ സെൻറ്ററിൽ പൊതുദർശനം ഉണ്ടാകും. എന്തായാലും വളരെ കാലം അദ്ദേഹം ശ്രീചിത്രയിൽ ഒരുപാട് രോഗികളുടെ അത്താണിയായി പ്രവർത്തിച്ച ഡയറക്ടറായിരുന്നു. 24-ൻ്റെ ആദരാഞ്ജലികൾ. കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ CPയിൽ നിന്ന് കൂട്ടരാജി. 11 മണ്ഡലം കമ്മിറ്റി അംഗങ്ങളും 27 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും രാജിവെച്ചു. ജില്ലാ നേതൃത്വവുമായി ഉണ്ടായ പ്രശ്നങ്ങളാണ് രാജിയിൽ കലാശിച്ചത്. കൊല്ലത്ത് നിന്ന് അരുൺ രാജ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകുന്നു. പറയൂ അരുൺ രാജ്. കൊല്ലം കുണ്ട്ര CPയിലാണ് കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത്. 11 മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 27 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഇന്ന് രാജിവെച്ചതിൽ പെടുന്നുണ്ട്. AUFന്റെയും അതുപോലെ തന്നെ മഹിളാ സംഘത്തിന്റെയും മണ്ഡലം സെക്രട്ടറിമാരും രാജിവെച്ചു. ജനപ്രതിനിധികളും രാജിവെച്ചതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ സമ്മേളന കാലയളവിലാണ് കുണ്ട്ര CPയിൽ വലിയ തോതിൽ പ്രാദേശിക തലത്തിലടക്കം നേതൃത്വവുമായി വിട്ടുനിൽക്കുന്ന സംവിധാനം ഉണ്ടാകുന്നത്. തുടർന്ന് ജില്ലാ സമ്മേളനത്തിലേക്ക് അടക്കം കടന്നപ്പോൾ കുണ്ട്ര മണ്ഡലം കമ്മിറ്റി അംഗങ്ങളിൽ പലരും വിട്ടുനിൽക്കുകയും പാർട്ടി പദവികളിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിന് പിന്നാലെ സംസ്ഥാന നേതൃത്വം അടക്കം ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും യാതൊരു കാരണവശാലും ഈ ജില്ലാ നേതൃത്വവുമായി ഒത്തുപോകാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു അവിടുത്തെ പ്രാദേശികത്തിലെ നേതൃത്വം സ്വീകരിച്ചത്. മണ്ഡലം സെക്രട്ടറി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു ഒടുവിൽ ഈ കലഹങ്ങളിലേക്കടക്കം കാര്യങ്ങളെ കൊണ്ടെത്തിച്ചതും. ഇന്ന് ഇപ്പോൾ കൂട്ടരാജിയാണ് മണ്ഡലം കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. CPയുടെ മണ്ഡലം 6 ലോക്കൽ കമ്മിറ്റികളിൽ 3 ലോക്കൽ കമ്മിറ്റിയിലും ഭൂരിപക്ഷം പേരും രാജിവെച്ചിരിക്കുന്നു എന്ന വലിയ സംഭവം കൂടി അവിടെ അരങ്ങേറിയിട്ടുണ്ട്. എന്തായാലും CPയുടെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഈ വിഷയം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. കാരണം കുണ്ട്രയിൽ പാർട്ടി തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു.